യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒരു പെയിന്റ് ബോക്സ് ഉണ്ടാക്കാം. അതായത് ഇപ്പൊ നമുക്കറിയാം RGB LED എന്ന് പറയുമ്പോൾ 3 കളേഴ്സ് ആണ് വരുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ, അതായത് പ്രൈമറി കളേഴ്സ്. അപ്പൊ നമ്മുടെ പെയിന്റ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന പെയിന്റ്സ് ഒക്കെ ഈ പല കളർ, അതായത് ഈ 3 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്താണ് എന്താണ് നമുക്ക് പല കളേഴ്സ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാം ടിങ്കർ ക്യാഡിൽ, സിമ്പിൾ ഒരു സർക്യൂട്ട് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം ബ്രെഡ് ബോർഡ് ചൂസ് ചെയ്യുക. ഇപ്പൊ ഞാനൊരു ബ്രെഡ് ബോർഡ് ചൂസ് ചെയ്തു. പിന്നെന്താണ്, RGB LED വേണം. അപ്പോ അത് ഇതിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ LED RGB എന്നാണ് നെയിം കിടക്കുന്നത്. അപ്പൊ അതൊരെണ്ണം ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് 3 കളേഴ്സ് ഉണ്ടല്ലോ, അതായത് റെഡ്, ബ്ലൂ, ഗ്രീന്. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് ഇപ്പൊ റെഡും ഗ്രീനും മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ചെയ്യണം. അപ്പൊ ഈ ഓരോ കളേഴ്സും നമ്മൾ എന്താണ് ഓരോ അളവിലല്ലേ അതെടുത്ത് മിക്സ് ചെയ്യുന്നത്. ഇപ്പൊ റെഡ്, ഇപ്പൊ നമ്മൾ ആദ്യം റെഡും ഗ്രീനിലും റെഡ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്, അല്ലെങ്കിൽ റെഡ് ആയിരിക്കും കുറവ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കൂട്ടിയും കുറച്ചും എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ 3 കളേഴ്സ് ഉള്ളതുകൊണ്ട് 3 പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പൊ 3 പൊട്ടൻഷ്യോമീറ്റർ ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇത് പവർ ചെയ്യണം. പവർ ചെയ്യാനായിട്ട് ഒരു ബാറ്ററി ചൂസ് ചെയ്യുന്നു. ബാറ്ററി ചൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന്, ഞാനിത് ചെയ്യാനുള്ള എളുപ്പത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇനിയും നമ്മൾ വയറിങ്ങിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാണുന്ന ഒരാൾക്ക് എങ്ങനെ നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് വൃത്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന്റെ വയറിങ് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിക്ക് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ഐഡിയാസ് ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ കണക്ഷൻസ് വരുന്നത്. അതായത് പിൻ നമ്പർ കറക്റ്റ് ആയിരിക്കണം, വയർ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഐഡിയ വെച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് കാണുമ്പോൾ കുറച്ച് സ്മൂത്തും അതുപോലെ ഒരു ക്ലീൻ, നമുക്ക് കാണാൻ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് സർക്യൂട്ട് കാണുന്നതിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഒരു എന്താണ് ഒരു പ്രോപ്പർ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം പോസിറ്റീവ് സൈഡ് എടുത്തു ഞാന്. പോസിറ്റീവ് ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവിലോട്ട് കൊടുക്കാം. നെഗറ്റീവ് എടുത്ത് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവിലും കൊടുക്കാം. ഇത് ഞാൻ റെഡ് പോസിറ്റീവ് ആയ കാരണം റെഡ് ആക്കി കൊടുത്തു. ഇത് ഞാൻ ബ്ലാക്ക് ആക്കി കൊടുത്തു. ഇനിയും നമ്മൾ RGBയുടെ കണക്ഷൻ നോക്കിയാൽ ഫസ്റ്റ് പിന്ന് റെഡാ, സെക്കൻഡ് പിന്ന് കാഥോഡ്, കോമൺ കാഥോഡ് ആണ്. ബ്ലൂ, നെക്സ്റ്റ് പിൻ ബ്ലൂ, പിന്നെ ഗ്രീന്. അപ്പൊ ഇവിടെ കണക്ഷൻസ് വരുന്നതെന്ന് വെച്ചാൽ കാഥോഡ്, കോമൺ കാഥോഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. റെഡ്, അതായത് ഈ റെഡിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, പോർട്ടിന്റെ മിഡിൽ പിന്നിലോട്ട് കൊടുക്കുക, ഫസ്റ്റ് പോർട്ടിന്റെ. നെക്സ്റ്റ് ബ്ലൂവിനെ കൺട്രോൾ ചെയ്യാൻ സെക്കൻഡ് പോർട്ടിന്റെ മിഡിൽ പിന്നിലോട്ട് കൊടുക്കുക. തേർഡ് കളർ ഗ്രീനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തേർഡ് പോർട്ടിന്റെ മിഡിൽ പിന്നിലായിട്ട് കൊടുക്കുക. ഇതാണ് മെയിൻ കണക്ഷൻ വരുന്നത്. അപ്പൊ ഒരു പോർട്ടിന് നമുക്കറിയാം 3 കണക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവും, മിഡിൽ പിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് അങ്ങനെ ഒരു പിന്ന്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പിൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ ഈ RGB LED ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചു. RGBയുടെ കോമൺ കാഥോഡ് കൊടുക്കണമല്ലോ, അപ്പൊ ഇതാണ് കാഥോഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എടുത്ത് കാഥോഡിലോട്ട് കൊടുത്തിട്ട് RGB അങ്ങോട്ടൊന്ന് കയറ്റി വെക്കുന്നു. അപ്പൊ ആ കുറച്ച് ഹൈഡ് ആക്കി കിട്ടുമല്ലോ നമുക്ക്.
അപ്പോ ഞാനതാ പറഞ്ഞത്, വയറിംഗ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച്, അതായത് പിൻ നമ്പേഴ്സ് ഒന്നും തെറ്റിക്കല്ല. പക്ഷെ സർക്യൂട്ട് എങ്ങനെ വേണം അതിന്റെ വയറിംഗ് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇനി കളേഴ്സ് ചൂസ് ചെയ്യണമല്ലോ. അപ്പൊ ഫസ്റ്റ് കളർ RGBയുടെ റെഡ് ആണ്. റെഡിന് പകരം ഞാനിപ്പോ ഓൾറെഡി നമ്മൾ എന്താ പോസിറ്റീവിന് റെഡ് യൂസ് ചെയ്യുന്നോണ്ട് ഞാനിപ്പോ ഇവിടെ റെഡ് എന്നുള്ളൊരു രീതിക്ക് ഓറഞ്ച് കളർ ചൂസ് ചെയ്യുന്നു, റെഡ് പിന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനേ. നെക്സ്റ്റ് ഗ്രീൻ ആണ്, അല്ല നെക്സ്റ്റ് ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ ചൂസ് ചെയ്യുന്നു, ബ്ലൂവിന്റെ കണക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കളർ എന്താണ്? ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ ചൂസ് ചെയ്യുന്നു, ഗ്രീനിന്റെ കളർ കൊടുക്കുന്നു. ഇനിയും ഇപ്പോ പോർട്ടിന്റെ ഫസ്റ്റ് ടെർമിനൽ എന്ത് ചെയ്യുക? പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് പോർട്ടിന്റെ എന്താ? പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുക. തേർഡ് പോർട്ടിന്റെ അതുപോലെ കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തു. നെക്സ്റ്റ് ഇനി ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, ഗ്രൗണ്ട് കൊടുത്തു. തേർഡിന്റെ എന്ത് ചെയ്യുക? ഗ്രൗണ്ട് കൊടുക്കുക. ഓക്കെ, കണക്ഷൻസ് നമ്മൾ കൊടുത്തു. അതായത് 3 സിമ്പിൾ കണക്ഷൻ ആണ്. പോസിറ്റീവ് എടുത്ത് പോസിറ്റീവ് ടെർമിനലില് പൊട്ടൻഷ്യോമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലും എല്ലാ പോർട്ടിന്റെയും മിഡിൽ പിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട റെസ്പെക്റ്റീവ് LED പിൻസിലോട്ടും കൊടുക്കുക. ഇത്രയാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോ ഞാൻ ഈ ഫസ്റ്റ് പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, കളർ മിക്സ് ചെയ്യുക. ഫസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത് റെഡാ. അപ്പൊ റെഡിന്റെ കളർ നമുക്ക് ഇതിനനുസരിച്ച് ഈ 3 പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കണ്ടോ കളർ മിക്സ് ചെയ്യുവാണ് നമ്മള്. ഒരു പെയിന്റ് ബോക്സിൽ നമ്മൾ പെയിന്റും ബ്രഷും ഒക്കെ വെച്ച് ചെയ്യുന്ന അതേമാതിരി. അപ്പൊ ഈ സെക്കൻഡ് ഇപ്പൊ ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്യുക, റെഡ് അഡ്ജസ്റ്റ് ചെയ്തു,
കണ്ടോ ഇത് മിക്സ് ചെയ്യുന്ന അനുസരിച്ച് കണ്ടോ കളർ മാറുന്നത്. അതായത് പോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് കളർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഇഷ്ടമായി എന്ന് കരുതുന്നു.